hello, welcome back again with English. Today we are going to discuss valediction forbidding morning. So this is our second class. First class we discussed sonnet 121. So valediction forbidding morning is a metaphysical poem written by the founder of metaphysical poetry, John Donne. Then what are the features of a metaphysical poetry? കൺസീറ്റ്സ് നമുക്ക് യൂസ് ചെയ്യുന്നത് കാണാം. ഫോർ എക്സാമ്പിൾ, ഈ വലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗിൽ ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കോമ്പസുമായിട്ട് കമ്പയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കൺസീറ്റ്. ദെൻ ഹൈപ്പർബോളിക് ആയിരിക്കാം. ഹൈപ്പർബോളിക് മീൻസ് എക്സാജറേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ തവണ ഒരാളെ വിളിച്ചിട്ട് 1000 തവണ ഞാൻ വിളിച്ചു എന്ന് പറയില്ല. അതുപോലെ എക്സാജറേഷൻ നമുക്ക് കാണാം. ദെൻ ഭയങ്കര സ്പിരിച്വൽ ആയിരിക്കും, അതുപോലെ ഫിലോസഫിക്കൽ ആയിരിക്കും. ലവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ പോലും അത് നല്ല സ്പിരിച്വൽ ആയിട്ട്, നല്ല ഫിലോസഫിക്കൽ ആയിട്ടായിരിക്കും അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. Then who are metaphysical poets എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17th സെഞ്ച്വറിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിനെയാണ് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു മെറ്റാഫിസിക്കൽ പോയിട്രി ഭയങ്കര ഡ്രാമാറ്റിക് ആയിരിക്കും, സഡൻ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരിക്കാം. ഇതൊക്കെയാണ് സം ഫീച്ചേഴ്സ് ഓഫ് മെറ്റാഫിസിക്കൽ പോയിട്രി. ദെൻ ഈ വലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്നുള്ളൊരു പോയം പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ 36 ലൈൻസ് ആണുള്ളത്. This published in the year 1633 in the collection of book Sonnet and Song. Then this valediction forbidding morning written in iambic tetrameter. Sonnet 121 ആണെങ്കിൽ iambic pentameter ആയിരുന്നു. Valediction forbidding morning is written in iambic tetrameter. Then ABAB is a rhyming scheme. These are some notes related valediction forbidding morning. Then valediction means farewell. This poem is about Anne More. Anne More is a wife of John Donne. So John Donne ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസിലോട്ട് പോവുകയാണ്. സോ വൈഫിനെ കൊണ്ടുപോകുന്നില്ല. ആൻമോർ ആണ് വൈഫിൻ്റെ പേര്. ആൻമോറിനെ കൊണ്ടുപോകുന്നില്ല. സോ ആൻമോറും ജോൺ ഡണ്ണും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ആണ് അതിൻ്റെ തീം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. വലഡിക്ഷൻ മീൻസ് ഫെയർവെൽ. ഫോർബിഡിങ് മീൻസ് വിലക്കപ്പെട്ട, മോർണിംഗ് മീൻസ് വിലാപം. സോ ദാറ്റ് ഈസ് വലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. ആൻമോറുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ, ആ ഒരു അത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന ഒരു സോണറ്റ്, ഒരു പോയിട്രിയാണ് വലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. So this is the first stanza. As virtuous men pass mildly away and whisper to their souls to go. So ഒരു വിർച്വസ് മാൻ, ഒരു നല്ലൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ആത്മാവിനോട് പൊക്കോളാനായിട്ട് അവർ തന്നെ പറയും. കാരണം തൻ്റെ ആത്മാവ് ഹെവനിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം അവർക്കറിയാം. While some of their sad friends do say the breath goes now and some say no. So ചില അവരുടെ മരണത്തിൽ സാഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് പറയും അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ല അവർ മരിച്ചിട്ടില്ല എന്നൊക്കെ ചിലവർ ഇങ്ങനെ പറയും. അതിന് കാരണം എന്താ? അത്രയും പീസ്ഫുൾ ആണ്, അത്രയും കാമാണ് അവർ ആ മരിച്ചിട്ടുള്ള വിർച്വസ് മാൻ മരിച്ച ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ഹിയർ ജോൺ ഡൺ കമ്പയർ ചെയ്യാണ് തൻ്റെ വൈഫുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ്റെ സമയത്ത് അങ്ങനെ വിർച്വസ് മാൻ്റെ മരണസമയത്ത് ഉണ്ടാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ പോലെ ആയിരിക്കണം, കാമായിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം എന്നൊക്കെയാണ് ഈ ജോൺ ഡൺ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So let's move on the second stanza. So let us melt and make no noise, no tear floods, no sigh tempest move. So let us melt. ഒരു ഐസ് ഉരുകുന്നത് പോലെ, പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല അല്ലെ ഐസ് ഉരുകുമ്പോൾ. സോ ഐസ് ഉരുകുന്നത് പോലെ, പ്രത്യേകിച്ച് ശബ്ദമൊന്നും ഇല്ലാതെ, നോ ടിയർ ഫ്ലഡ്സ്, എന്താണ്, കണ്ണീര് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കാതെ, നോ സൈ ടെമ്പസ്റ്റ് മൂവ്, നെടുവീർപ്പ് കൊണ്ട് കൊടുങ്കാറ്റുണ്ടാക്കാതെ, ടിയർ profanation of our joys to tell the lady of our love. സോ സാധാരണക്കാരുടെ ലവ് പോലെ കരഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് നമ്മുടെ അത്രയും പ്യുവർ ആയിട്ടുള്ള ലവ് എന്ത് ചെയ്യരുത്, പൊള്യൂട്ടഡ് ആക്കരുത്, മലിനമാക്കരുത്. പ്രൊഫനേഷൻ മീൻസ്
പൊല്യൂട്ടഡ് ആക്കരുത്, നമ്മുടെ അത്രയും പ്യുവർ ആയിട്ടുള്ള ലവ് ആണ്. സോ അത്രയും കാം, അത്രയും പീസ്ഫുൾ ആയിരിക്കണം നമ്മുടെ സെപ്പറേഷൻ എന്നാണ് ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ ജോൺ ഡൺ പറയുന്നത്. So moving off the earth brings harms and fears, men reckon what it did and mean. So moving off the earth means earthquake. ഭൂമി കുലുക്കം, നാശം വിതയ്ക്കാം, ഭയമുണ്ടാക്കാം. men reckon what it did and mean. So ആളുകൾ അതിനെ അന്വേഷിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും. But trepidation of the spheres, though greater, far is innocent. പക്ഷേ നമ്മളുടെ ഗോളങ്ങളുടെ ചലനം എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ദൂരെയാണ്. പക്ഷെ അതിൻ്റെ ചലനം ഒരു വിപത്തും ഉണ്ടാക്കുന്നില്ല, നമ്മളെ ഒന്നും അറിയുന്നില്ല, ഒരു വിപത്തും ഉണ്ടാക്കുന്നില്ല. സോ സാധാരണക്കാരുടെ ലവ് എന്ന് പറയുന്നത് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. ബട്ട് അവർ ലവ് എന്ന് പറയുന്നത് തികച്ചും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ലവ് സാധാരണക്കാരുടെ ലവിനേക്കാളും ഒരുപാട് ദൂരെയാണെങ്കിലും നമുക്കതൊരു പ്രശ്നമല്ല. അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ ലവ്. നമ്മുടെ ലവ് അപ്പോഴും സ്റ്റാൻഡ് സ്റ്റിൽ സ്ട്രോങ് എന്നാണ് പറയുന്നത്. Dull sublunary lovers love cannot admit, whose soul is sense. Absence because it doth remove those things which elemented it. ഇവിടെ പറയുന്ന dull sublunary lovers means സാധാരണ, sublunary means സാധാരണ ലവേഴ്സിന്റെ ലവ്. ഡൾ സബ്ലിനറി ലവേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫീലിങ്സും ഇല്ലാത്ത സാധാരണ ലവേഴ്സിന്റെ ലവ് എന്ന് പറയുന്നത് കൂടുതൽ ഫിസിക്കൽ ഫീലിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിസിക്കലി മീൻസ് സീ, ടച്ച് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാർട്ട്ണർ ഇല്ല എങ്കിൽ അവിടെ അത് അഡ്മിറ്റ് ചെയ്യില്ല, അവിടെ ആ ലവ് അഡ്മിറ്റ് ചെയ്യില്ല. സോ ഇവിടെ പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ പോയിന്റിന്റെ ലവ് എന്ന് പറയുന്നത് അത്രയും സ്പിരിച്വൽ ആണ്. അവരുടെ ലവ് എന്ന് പറയുന്നത് സോൾ ബേസ്ഡ് ആണ് അവരുടെ ലവ്. അതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ ഫീലിങ്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. But we, by a love so much refined that ourselves know not what it is, assured of the mind, careless eye sleeps and hands to miss. ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ലവ് അത്രയും റിഫൈൻഡ് ആണ്. റിഫൈൻഡ് മീൻസ് പരിശുദ്ധമാണ്. ദാറ്റ് അവർ സെൽസ് നോ നോട്ട് വാട്ട് ഇറ്റ് ഈസ്. അതുകൊണ്ട് തന്നെ അത് നിർവചിക്കാൻ പറ്റില്ല. അത് ഇന്റർ കണക്റ്റഡ് ആണ്. സോ ഐസിനോ ലിപ്സിനോ ഹാൻഡ്സിനോ ഒന്നും അവിടെ ഒരു പ്രാധാന്യവുമല്ല. സോ ഫിസിക്കൽ ലവിനൊന്നും നമ്മുടെ ലവിന്റെ കാര്യത്തിൽ ഒരു പ്രാധാന്യവും ഇല്ല. ഇതാണ് ഈ ലൈനിൽ പറയുന്നത്. Our two souls, therefore, which are one, though I must go into not yet. A breach but an expansion like go to airy thinness heat. ഇവിടെ പറയുന്നത് നമ്മൾ രണ്ട് ആത്മാക്കളാണെങ്കിലും വൺ, നമ്മൾ ഒന്നാണ്. though I must go into not yet. അതുകൊണ്ട് ഞാൻ പോയാലും നമ്മളിൽ ഒരു അകൽച്ചയും ഒരു ബ്രേക്കും ഉണ്ടാവാൻ പോകുന്നില്ല. A breach but an expansion like gold to airy thinness beat. എന്തുപോലെ നമ്മൾ ഗോൾഡ് അടിച്ചു പരത്തി ഒരു നേർത്ത നൂല് പോലെയുള്ളൊരു നൂല് പോലെ ആവുന്നത് പോലെ നമ്മുടെ ലവ് എന്ന് പറയുന്നത്, നമ്മുടെ ലവ് ഇങ്ങനെ ദൂരം കൂടുന്തോറും അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്, അതിൻ്റെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. ഗോൾഡ് ഈസ് മോസ്റ്റ് മാലിയബിൾ മെറ്റൽ ആണല്ലേ. അതുപോലെയാണ് നമ്മളുടെ ലവ്. നമ്മൾ മറ്റുള്ള ലവേഴ്സിനെ പോലെ നമ്മൾ എന്താ പറയുക, അടുത്ത് വേണമെന്നില്ല. എത്ര എക്സ്പാൻഡ് ആവുന്നുവോ അത്രത്തോളം നമ്മുടെ ലവ്, നമ്മുടെ ആ ഒരു ഫീലിംഗ് കൂടുകയാണ് എന്നാണ് ഈ ലൈനിൽ പറയുന്നത്. If they be two, they are two so, as if twin compasses are two. They soul the fixed foot makes no show to move, but doth if the other do. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് ദേ ബി ടു, നമ്മൾ രണ്ട് പേരാണ്, രണ്ട് ആത്മാക്കളാണ് എന്ന് മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ഞങ്ങളത് സമ്മതിച്ചു. എന്തുപോലെയാണ് ഞങ്ങൾ ഒരു കോമ്പസിന്റെ ജോമെട്രിക് ബോക്സിലെ കോമ്പസ് ഉണ്ടല്ലോ, അതിൽ രണ്ട് ലെഗ്സ് പോലെ ഞങ്ങൾ രണ്ട് ആത്മാക്കളാണ്. ദ ഫിക്സഡ് ഫുട്ട് എന്നിട്ട് പറയാണ്, ഓദർ പറയാണ്, ആ ഫിക്സഡ് ഫുട്ട് ആ അനങ്ങാതെ നിൽക്കുന്ന ആ ഒരു സെന്റർ ലെഗ് എന്ന് പറയുന്നത് നീയാണ്. എന്നിട്ട് ആ ചുറ്റും ആ സർക്കിൾ വരയ്ക്കുന്ന ലെഗ് ആരാണ്?
അത് author ആണ്. Makes no show to move but doth if the other do. So ഈ സർക്കിൾ വരയ്ക്കുന്ന ആ ഒരു ലെഗിനനുസരിച്ച് ഈ സെന്റർ ഫൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെയാണ് നമ്മൾ. സോ രണ്ടുപേരുടെയും കോപ്പറേഷൻ വേണം അല്ലേ ആ സർക്കിൾ വരയ്ക്കാൻ. സോ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ, ഓതർക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, ഈ നടുവിലുള്ള വൈഫിൻ്റെ എന്ത് വേണം, കോപ്പറേഷനും കൂടെ വേണം. സോ അതാണ് തൻ്റെ പാർട്ട്ണറിനെ ഒരു കോമ്പസ് ആയിട്ട്, അവരുടെ ആ രണ്ട് സോളിനെ കോമ്പസിൻ്റെ 2 legs ആയിട്ട് കമ്പയർ ചെയ്യാണ് ഈ ലൈൻസിലൂടെ ജോൺ ഡൺ. And though it in the center seat, yet when the other far doth roam, it leans and hearkens after it and grows erect as that comes home. സോ ഇവിടെ പറയുന്നത് ഈ സെന്റർ ഫൂട്ടിനെ തൻ്റെ വൈഫിനോടാണ് ജോൺ ഡൺ കമ്പയർ ചെയ്യുന്നത്. സോ ഈ സെന്റർ ഫൂട്ട് അവിടെ ഉറച്ചു നിൽക്കുമ്പോഴും ആ സർക്കിൾ വരയ്ക്കുന്ന മൂവിങ് ഫൂട്ട് എപ്പോഴും ഈ സെന്റർ ഫൂട്ടിന്റെ ഈ സോളിനോട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. ഇതിന്റെ ചുറ്റും തന്നെ ഒരു ലക്ഷ്മണ രേഖ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇറ്റ് ലീൻസ് ഹെർക്കൻസ് ആഫ്റ്റർ ഇറ്റ്. സോ ഈ ഒരു മൂവ് ചെയ്യാത്ത ആ ഒരു ഫിക്സഡ് ഫൂട്ട് എപ്പോഴും എന്ത് ചെയ്യും, ഈ സർക്കിൾ വരയ്ക്കുമ്പോഴും അങ്ങോട്ടൊരു ചാഞ്ഞ് അങ്ങനെ ലീൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഗ്രോസ് എറക്റ്റ് ആസ് ദാറ്റ് കംസ് ഹോം. എന്നിട്ട് എന്താണ്, ഈ ആ ഫിക്സഡ് ഫൂട്ടിനെ ജോൺ ഡൺ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, തൻ്റെ വരവ് കാത്ത് വീട്ടിൽ ഇരിക്കുന്ന വൈഫിനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സെന്റർ ഫൂട്ടിനെ ജോൺ ഡൺ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഈ ലൈൻസിൽ പറയുന്നത് അവരുടെ ലവിൻ്റെ ആ ഒരു എക്സ്പാൻഷൻ. ഇപ്പം നമ്മൾ ആ ഒരു ഫിക്സഡ് ആ മൂവിങ് ഫൂട്ട് ശരിക്കും ആ സെന്റർ ഫൂട്ടിലോട്ട് വരുമ്പോൾ അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ഈ രണ്ട് ഫൂട്ടും എത്ര എക്സ്പാൻഡ് ചെയ്തു പോയാലും ആ സെന്റർ അത് ഒന്നേ ഉള്ളൂ, അതൊരു ഫിക്സഡ് ആണ്. സോ അതാണ് ഇവിടെ പറയുന്നത്, അവരുടെ എക്സ്പാൻഷൻ, ലവിൻ്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ കാത്തിരിക്കുന്ന വൈഫിനെയുമാണ് ഈ ഒരു സ്റ്റാൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Such will though be to me who must, like the other foot obliquely run. Their firmness makes my circle just and makes me and where I begun. ഇവിടെ എന്താ പറയുന്നത്, such will though be to me you who must, like the other foot obliquely run. സോ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും നീ അവിടെ സെന്റർ ഫൂട്ട്, ഫിക്സഡ് ഫൂട്ട് അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. സോ അത് തന്നെയാണ് എന്നെ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ എന്നെ അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് ആൻസർ. ഓക്കെ. So a valediction forbidding morning, the central message is that true love endures physical separation. The speaker claims that their love is so profound and spiritual that it transcends the physical realm, unlike ordinary love, which cannot withstand distance. This idea is illustrated through metaphors comparing their love to a compass and gold, emphasizing its strength and resilience. So I hope you understood the poem Valediction Forbidding Morning. Thank you.